നമസ്കാരം. ഇപ്പോൾ ഉള്ളത് അഞ്ചൽ നെട്ടയത്താണ്. അഞ്ചൽ നെട്ടയത്ത് ശ്രീനാരായണ ഗുരുമന്ദിരത്തിൻ്റെ തൊട്ടടുത്ത വീട്ടിലുള്ള ഭാരതിയമ്മയാണ്. ഭാരതിയമ്മ ഓണത്തിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഓർത്ത് പറയുകയാണ്. അമ്മ എങ്ങനെയായിരുന്നു പഴയ കാലത്ത് ഓണത്തിന്റെ കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ടോ? ഓർമ്മ വരുന്നു. പണ്ട് നല്ല വറുത്ത് കുത്തി വെള്ളത്തിട്ട് ഉണക്കി ഓണത്തിന് എല്ലാവരും തിരുവോണത്തിന് പുത്തരി ചോറ് തിന്നുന്നത്. അത് അവർക്ക് അറിയാം. അമ്മയായ അവനെ അറിയാവുന്നുണ്ട്. എല്ലാവർക്കും നമ്മളെ പേര് പറയുമ്പോൾ അറിയാം. ഓണത്തിന്റെ അല്ലാതെ ഓർമ്മകൾ എന്തൊക്കെ? എന്തെങ്കിലും ഓർമ്മകൾ വരുന്നുണ്ടോ മനസ്സിൽ? അമ്മയ്ക്ക് ഓണത്തിന് അല്ലാതെ ഉള്ള ഓർമ്മ പണ്ടത്തെ ഓർമ്മയാണ്. അല്ലാതെ ഇപ്പോൾ ഓണത്തിന് നമുക്ക് അത്ര വലിയ കാര്യമായിട്ട് എടുക്കാൻ വീട്ടിൽ ആരും ഇല്ലല്ലോ. കൊയ്യാനൊക്കെ പോകുമായിരുന്നു, വയലിൽ കൊയ്യാനൊക്കെ കൊയ്യാൻ പോകുമായിരുന്നു, കാണാൻ തുറക്കാൻ പോകുമായിരുന്നു, കോല വാരി കെട്ടാൻ പോകുമായിരുന്നു. പിന്നെ അക്കീലിൻ്റെ അവിടെ എൻ്റെ അമ്മ പോയി ജോലിയൊക്കെ ചെയ്യുമായിരുന്നു. ആ പാട്ട് കൃഷിദാസൻ സാറിൻ്റെ അവിടെ പോകുമായിരുന്നു. അമ്മയ്ക്കിപ്പോൾ എത്ര വയസ്സുണ്ടെന്ന് ഓർമ്മയുണ്ടോ? 100 വയസ്സ്. 100 വയസ്സ്? 100 കൂടുതലേ ഉള്ളു. അമ്മ വെറ്റഴി മൂത്ത മോളാണ്. ആങ്ങളെ നാരായണൻ എന്ന് പറഞ്ഞ ആളും ചത്തു, അവൻ്റെ പെണ്ണും പിള്ളയും ചത്തും, എൻ്റെ മോനും ചത്തു. അമ്മയുടെ പേര് ഭാരതിയമ്മയെന്ന് തന്നെയാണോ? ആണ്. ഭാരതിയമ്മ. അമ്മേ അങ്ങനെ ഇട്ടേക്കുന്നു. ഇവിടെ സ്വാമി ഇട്ട പേരാണ്. അമ്മയുടെ യഥാർത്ഥ സ്ഥലം ഇവിടെ തന്നെ, നെട്ടയം തന്നെയാണോ? ഇവിടെ തന്നെ. ഞങ്ങൾ ഇവിടെ ഉണ്ടായതാ. അമ്മ കലയിലക്കാരിയാണ്. കലയിൽ നിന്ന് ഇവിടെ വന്ന് ഭൂമി കടുത്ത് അവർ താമസമായതാണ്. അല്ല അന്യക്കാരൊന്നും അല്ലാക്കണം. ഓണം എന്ന് പറയുമ്പോൾ ആ ഓർമ്മകൾ ഇപ്പോഴും മനസ്സിലില്ലേ? എപ്പോഴും ഉണ്ട്. നല്ല ഇതല്ലേ ഓണത്തിന്? എല്ലാ ബന്ധുക്കളും കൂട്ടുകാരും എല്ലാവരും എല്ലാം വരും. കളിയും പാട്ടും. പെർസണന്റെ തള്ള അമ്മയുടെ കുഞ്ഞമ്മറ്റിയാണ്. ഓണത്തിന് കൈകൊട്ടിക്കളി അങ്ങനെയുള്ള കളികൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ പണ്ട്? ഞാൻ ചെയ്തിട്ടില്ല, കണ്ടിട്ടുണ്ട്. എൻ്റെ അമ്മയും പോയിട്ടുണ്ട്. അതിനൊന്നും ഞങ്ങളെ കുഞ്ഞമ്മ കളിക്കുമായിരുന്നു. ഓണത്തിന് കൈകൊട്ടിക്കളി എല്ലാം കളിക്ക്. പെണ്ണൊക്കെ തരുമോ, പെണ്ണിനെ ഞങ്ങൾക്ക് തരുമോ, നിങ്ങളെ പെണ്ണിനെ ഞങ്ങൾക്ക് വേണം എന്നും പറഞ്ഞ കുഞ്ഞമ്മ പാടലും കളിക്കുകയും ചെയ്യുമായിരുന്നു. ഞങ്ങളമ്മ ഇത് ഒന്നിനും പോയിട്ട് കാണാം. ഈ ഓണം നല്ലൊരു ഇതാവട്ടെ അമ്മയ്ക്ക്. ഇനിയും ഒരുപാട് ഓണം കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. ദൈവമേ, എൻ്റെ കുഞ്ഞിന് ഇപ്പോഴൊന്നും വരത്തില്ലേ. അതാണ് അവന് ഒരു നല്ല എല്ലാം കൊടുക്കണേ ഈശ്വര. എപ്പോഴും അതേ ഉള്ള മക്കളെ. അവളെ ഈ ജോലിക്ക് പോയാൽ പിന്നെ ഞാൻ തന്നെയല്ലേ മക്കളെ വീട്ടിൽ വന്നു. ആരും മിണ്ടായില്ല. ആരും പണ്ടത്തെ കൂട്ടല്ല ഇപ്പം. ആരെയും വീട്ടിൽ കയറി സമയമില്ല. ഓക്കെ, ഇനിയും ഒരുപാട് വർഷം ഓണം കാണാനും ഓണത്തിന് പങ്കെടുക്കാനും ദൈവാനുഗ്രഹിക്കട്ടെ. ഓക്കെ.